അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇംഗ്ലീഷ് മീഡിയമിലെ 7ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീൻ കിതാബിൽ നിന്ന് പബ്ലിക് എക്സാമിനുള്ള ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമായി ഇൻഷാ അല്ലാഹ്. അശ്ശേഖ് അഹ്മദ് റിഫായി റളിയല്ലാഹു അൻഹു മിനൽ അക്താബിൽ അർബഅത്തിൽ മഷ്ഹൂരീൻ. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പ്രസിദ്ധമായ 4 കുത്തുബുകളിൽപ്പെട്ട ഒരു കുത്തുബാണ്. ഇദാ ഖദിമ മിൻ സഫറിൻ വഖറുബ മിൻ ബൽദിഹി യജ്മഉ ഹതബൻ വയഹ്മിലുഹു അലാ റഅസിഹി. യാത്ര പോയിട്ട് തിരിച്ചു വരുമ്പോൾ നാട്ടിലേക്ക് എത്താൻ അടുത്തായപ്പോൾ വിറകുകളെ ശേഖരിച്ച് സ്വന്തം ചുമക്കുമായിരുന്നു. കസീറ റഅഫത്തി ബിക്കുല്ലി ഇൻസാൻ കസീറ റഹ്മത്തി ബിക്കുല്ലി ഹയവാൻ. എല്ലാ ജീവികളോടും എല്ലാ മനുഷ്യരോടും കാരുണ്യം കാണിക്കുന്ന ആളായിരുന്നു, കൃപ ഉള്ള ആളായിരുന്നു. അർറാഹിമൂന യർഹമുഹുർ റഹ്മാൻ തബാറക വതആല ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കരുണ ചെയ്യുക, എന്നാൽ ആകാശത്തുള്ളവർ നിങ്ങൾക്ക് കരുണ ചെയ്യും. വതുവഫിയ ശൈഖുർ റിഫായി റളിയല്ലാഹു അൻഹു സനത്. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു വഫാത്തായത് ഹിജ്റ 578. ഈ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു നായി ചികിത്സിച്ചു. എത്ര ദിവസം? 40 യൗമൻ, 40 ദിവസം. സ്വപ്ന വിവരം കേട്ട ഷേഖ് കർമാനി എന്ത് പറഞ്ഞു? ലക്കൽ ബിഷാറത്തു ബിമൻസിബി സുൽത്ത. ഖിലാഫത്തുൽ ഉസ്മാനിയ സ്ഥാപിച്ചത് ആര്? ഉസ്മാനുൽ ഖാസി. അബ്ബാസി ഖിലാഫത്തിൻ്റെ തലസ്ഥാനം ബഗ്ദാദ്. തുർക്കി കേന്ദ്രമായി ഉസ്മാനിയ ഖിലാഫത്ത് ഉയർന്നുവന്നു. അബ്ബാസി ഖിലാഫ ബഗ്ദാദിൽ അവസാനിച്ചത് ഹിജ്റ 656. അബ്ബാസി ഖലീഫ മുതവക്കിൽ മൂന്നാമൻ അധികാരം വിട്ടുകൊടുത്തത് ആർക്ക്, എപ്പോൾ? ഹിജ്റ 923 ജേതാവായി ഈജിപ്തിലെത്തിയ ഉസ്മാനി സുൽത്താൻ സലീമുൽ അവ്വൽ. ഉസ്മാനികളുടെ ഭരണം അവസാനിച്ചത് എപ്പോൾ? ഹിജ്റ 1342. ഉസ്മാനികൾ എത്ര സുൽത്താൻമാർ ഭരണം നടത്തി? 37. ഉസ്മാനികളുടെ തലസ്ഥാനം ഇസ്താംബൂലായിരുന്നു. തഫ്സീറുൽ ബൈളാവിയുടെ ഹാഷിയ രചിച്ച് ശിഹാബുദ്ദീനുൽ ഖഫാജി. ഖുലാസത്തുൽ ഹിസാബിൻ്റെ മുസന്നിഫ് ബഹാഉദ്ദീനുൽ ആമുലി. തുഹ്ഫത്തുൽ മുഹ്താജിൻ്റെ മുഅല്ലഫ് അഹ്മദ് ബിൻ ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു. ജൗഹറുത് തൗഹീദ് എഴുതിയത് ഇബ്രാഹിമുൽ ലക്കാനി. അസീറത്തുൽ ഹലബിയ നൂറുദ്ദീനുൽ ഹലബി. ഖിലാഫത്ത് എന്ന മുസ്ലിം പൊതു നേതൃത്വം അവസാനിച്ചു 1924. മംഗോളിയ, റഷ്യ, ചൈന എന്നീ ദേശങ്ങൾ കേന്ദ്രമായി ഉയർന്നുവന്ന ജനവിഭാഗമാണ്. ഇസ്താംബൂൽ തുർക്കിയിലെ ഒരു പ്രധാന നഗരം. കോൺസ്റ്റാന്റിനോപ്പിൾ എന്നും അറിയപ്പെടുന്നു. മഴയുടെ ചുമതലയുള്ള മലക്ക് മീകായിൽ അലിഹിസ്സലാം. സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഭൗതികമായി മനസ്സിലാക്കാൻ കഴിയുന്ന പ്രതിഭാസമാണ്. മലക്കുകളെയും അവരുടെ പ്രവർത്തനങ്ങളെയും നമുക്ക് ഭൗതിക മാപ്പിനികളിൽ ഉപയോഗിച്ച് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. ഭൗതിക കാരണങ്ങൾ മാത്രമേ നമുക്ക് നിരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കാനാകൂ. പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് മലക്കുകൾ. മലക്കുകളുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയൂ. പൊതുവെ ആകാശമാണ് അവരുടെ വാസസ്ഥലം.
മലക്കുകളുടെ വാസസ്ഥലം പൊതുവെ ആകാശമാണ്. അർഷിനെ വഹിക്കുന്നവർ ഹമലത്തുൽ ഹർഷ്, മനുഷ്യരെ സംരക്ഷിക്കുന്നവർ ഹഫള, ശിക്ഷിക്കുന്നവർ മലായികത്തുൽ അദാബ്, കാരുണ്യം ചെയ്യുന്നവർ മലായികത്തുർ റഹ്മ. മലക്കുകൾ ചില ഭൗതിക പ്രതിഭാസങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണങ്ങളായി അല്ലാഹു തആല നിശ്ചയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോചിതത്തായ ചന്ദ്രൻ പിളർന്നതിന് കേരളത്തിൽ വെച്ച് സാക്ഷിയായി ചേരമാൻ പെരുമാൾ. ഇന്ത്യയിൽ ഇസ്ലാം മതം പ്രബോധനം നടത്തിയത് കച്ചവടക്കാരും സൂഫി വര്യന്മാരും പണ്ഡിതന്മാരും സയ്യിദുന്മാരും. ധാരാളം ആളുകളെ ഇസ്ലാമിലേക്ക് ആകർഷിച്ചു. എന്ത്? ഇസ്ലാമിലെ സാഹോദര്യവും മുസ്ലിങ്ങളുടെ സൽസ്വഭാവവും. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണകൂട്ടം കണ്ണൂരിലെ അറക്കൽ അലി രാജ. ഇന്ത്യയിലെ പ്രഗത്ഭരായ സുൽത്താൻമാർ സുൽത്താൻ അഹമ്മദ് ഷാ, ഖുതുബുദ്ദീൻ ഐബക്, ഔറംഗസേബ്, ഹൈദർ അലി മകൻ ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു. ഇന്ത്യയിൽ ആദ്യമായി ഇസ്ലാമിനെ ആശ്ലേഷിക്കാൻ ഭാഗ്യം ലഭിച്ചത് കേരളം. മുഹമ്മദ് ഗസ്നവി ഇന്ത്യയിൽ ഒരു മുസ്ലിം ഭരണം സ്ഥാപിച്ചു. ഹിജ്റ 392 AD 1001. ഇന്ത്യയിലെ മുസ്ലിം ഭരണകൂട്ടങ്ങൾ ഗസ്നവി, ഗോരികൾ, അടിമവംശം, തുഗ്ലക് വംശം, സയ്യിദ് വംശം, ലോധികൾ, മുഗളന്മാർ. ഏറ്റവും വലുതും പ്രസിദ്ധവുമായ ഭരണകൂട്ടം മുഗളന്മാരുടേതാണ്. ഇന്ത്യയിൽ മുസ്ലിം ഭരണം 856 വർഷം. ഇന്ത്യയിലെ മുസ്ലിം ഭരണം അവസാനിച്ചത് എപ്പോൾ? ബ്രിട്ടീഷ് അധിനിവേശത്തോടെ. മുസ്ലിങ്ങളുടെ ഭരണം മൂലം ഇന്ത്യ പുരോഗതി നേടി. രാജ്യം ഏകോപിതമായി. നിരവധി നാടുരാജ്യങ്ങളും പരസ്പരം യുദ്ധങ്ങളുമായി കഴിഞ്ഞ ഇന്ത്യയെ മുസ്ലിം ഭരണാധികാരികൾ ഒരു ഭരണത്തിൻ്റെ കീഴിൽ ഏകോപിച്ചു. GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അഷ്ശൈഖ് അലി ഇബ്നു ഹുസാമുദ്ദീൻ റളിയല്ലാഹു അൻഹു രചിച്ച കൻസുൽ ഉമ്മാൽ. അഷ്ശൈഖ് നിളാമുദ്ദീൻ രചിച്ചത് അൽ ഫതാവ അൽ ഹിന്ദിയ. അസയ്യിദ് മുർത്തള സുബൈദി താജുൽ അറൂസ്. ഷാഹു വലിയുള്ള ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ വൈജ്ഞാനികവും ആത്മീയവുമായി പുരോഗതിക്ക് നേതൃത്വം നൽകിയത് സയ്യിദുന്മാർ, പണ്ഡിതന്മാരും സൂഫി വര്യന്മാരുമാണ്. മുസ്ലിങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകിയ പ്രമുഖ സയ്യിദുന്മാർ അസ്സയ്യിദ് ഖാജ മൊഈനുദ്ദീൻ ചിസ്തിൽ അജ്മീരി, അസ്സയ്യിദ് ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി അദ്ദഹ്ലവി, അസ്സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാ ഏർവാടി റളിയല്ലാഹു അൻഹു. മുസ്ലിങ്ങളുടെ ആത്മീയ നേതൃത്വം വഹിച്ച പ്രമുഖ സൂഫി വര്യന്മാർ അഷ്ശൈഖ് അലിയുൽ കൂഫി, അഷ്ശൈഖ് നിളാമുദ്ദീൻ ഔലിയ, അഷ്ശൈഖ് ഷാഹുൽ ഹമീദ് നാഗൂർ, അഷ്ശൈഖ് മുഹമ്മദുൽ ഹിംസി, ഉമറുൽ ഖാദി വെളിയങ്കോട് റളിയല്ലാഹു അൻഹു. മുസ്ലിങ്ങളുടെ വൈജ്ഞാനിക മുന്നേറ്റത്തിന് ജ്വലിക്കുന്ന രേഖയാണ് എന്ത്? അറബി ഭാഷയ്ക്ക് കേരള മുസ്ലിങ്ങൾ നൽകിയ സംഭാവനകളും അറബി മലയാള സാഹിത്യവും. ഇൻഷാ അല്ലാ ഇതുപോലത്തെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഇതിനെല്ലാവരും നല്ല നിലക്ക് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും പിന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യുകയും വേണം. അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകട്ടെ. മക്കൾക്ക് നാഫിയായ ഉലൂമുകൾ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഉന്നതമായ വിജയത്തിലേക്ക് അള്ളാഹു തആല എത്തിക്കട്ടെ.